പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ചെലവിന് ചെലവിനും കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം ഒരാൾക്കും അല്ലാഹു തആല കൊടുക്കാതിരിക്കുമാറാകട്ടെ. സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർക്കും അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതാണ് തങ്ങൾ പാപ്പാന്റെ നാവിന്റെ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ തക്ബീർ ചൊല്ലിക്കാണി. മനോഹരമായ അരപ്പവൻ തൂക്കമുള്ള കമ്മലാണ്. എന്തിനാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ആൾക്കാർ വെറുതെ വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കൂലല്ലോ അല്ലേ? സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? 60,000 രൂപ ഇപ്പൊ സ്വർണ്ണത്തിന് വില അത്രയല്ലേ? 60 53,000 രൂപയുടെ ഒരു പവൻ സ്വർണം. ഇത് അരപ്പവനുണ്ട്. അള്ളാഹു തന്ന ഉമ്മക്ക് എല്ലാവിധ ബറക്കത്തും ഖൈറും നൽകുമാറാകട്ടെ. ആരാണോ അണിയുന്നത് അവര് അള്ളാഹുവിനോട് ദുആ ചെയ്യും. എത്തിമക്കള് ഓരോ വീടിന്റെ ഉമ്മറപ്പടിയിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ, എനിക്ക് ഈ ജീവിതം നിന്ന് ആരാണെങ്കിലും അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ എന്ന്. അതുകൊണ്ടാണ് യത്തീമിനൊക്കെ നമ്മൾ സംരക്ഷിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യത്തീമക്കളെ കാണുമ്പോൾ അവരെ തലയിൽ കൈ വയ്ക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ വിൽക്കാൻ ഒരുപാട് നാളായി സ്ഥലം വിൽക്കാൻ വെച്ചത്. ഒരുപാട് നാളായി സ്ഥലം വിൽക്കാൻ വെച്ചത്. അൽഹംദുലില്ലാ ഇവിടെ വന്നു സ്ഥലം വിൽക്കുമെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ അത് വിറ്റു. അതിന്റെ ഒരു സന്തോഷത്തില് ആ യത്തീം മക്കൾക്ക് ഒരു അരപ്പവൻ തൂക്കമുള്ള അതിമനോഹരമായ കമ്മൽ സമ്മാനം നൽകിയതാണ്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ ഉമ്മയുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ. നമ്മുടെ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരട്ടെ. മലക്കുൽ മൗത്ത് അസ്റായിൽ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ 1 രൂപ കടക്കാരനാക്കി അള്ളാഹു നമ്മെ എത്തിക്കാനും എല്ലാ കടങ്ങളും വീട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സലാത്തുൽ ഫാത്തിഹ ചൊല്ലി മരിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കുമാറാകട്ടെ. നിങ്ങൾ സംസാരിക്കാതിരിക്കണം. ഞാൻ അവിടെ യാസീൻ ഒരു നല്ല സംസാരമായിരുന്നു. അതുകൊണ്ട് 10 കത്തുണ്ട്. ഒന്നാമത് കറണ്ടില്ല. ഒരു യാസീൻ ഓതാന്ന് നമ്മൾ സൗണ്ട് പയ്യെ ഓതിയിട്ട് കാര്യമില്ല, ഒച്ചയിൽ ഓതാം. അപ്പൊ നിങ്ങൾ സംസാരം വളരെ കുറച്ച്. ഞാൻ എപ്പോഴും പറയുന്നത് മാറി നിങ്ങൾക്ക് നാളെ ഫദ്ൽ പറയണം. തൗഫീഖ് നൽകട്ടെ. ഫദ്ൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ ഉമ്മാക്ക് വേണ്ടി ചെല്ലണം. അല്ലാഹു ആ തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ ഫദ്ൽ പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله الحمد. 2 സ്വർണ്ണാണ്. ഒന്ന് എനിക്കുള്ളതാണ്. ഞാൻ കുറെ പറിച്ചു വേണ്ടാണ്. അപ്പൊ ഒരു മോള് കൊടുത്തയച്ചതാണ്. ഇത് എത്തിമക്കൾക്കുള്ളതാണ്. ഒന്ന് മോളെ വയറ്റിൽ മുഴ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അല്ലാഹു ശിഫായി കൊടുത്തു. ഇവിടെ വന്നീന്നോ? ഇനി ഉണ്ടാവൂല എന്ന് പറഞ്ഞ് പിന്നെ മുഴ ഉണ്ടായില്ല. 2 വട്ടം മോളെ കെട്ടിച്ചു, 2 ഒഴിവാക്കി. 3ാമത് ഇവിടെ വന്നു. ഇപ്പൊ കല്യാണവും ശരിയായി. പിന്നെ മകന് ഗൾഫിക്ക് പോയ ആഗ്രഹമുണ്ട്, അതും റെഡിയായി. ഫളിലാണ്, ഒക്കെ ഫളിലാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തന്നവർക്ക് അള്ളാഹു സന്തോഷം അള്ളാഹു നൽകട്ടെ. നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചിരുന്ന നിങ്ങൾക്ക് നാളെ ഫളിൽ പറയാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ തക്ബീർ ചൊല്ലി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കേ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നാണ്. അതായത് ആ പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ 18 വയസ്സ് 20 വയസ്സായി കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കൾക്ക് ഒരു ബേജാറാ. സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണം. അള്ളാഹു വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അള്ളാഹു ഹൈറായ വരം അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പിന്നെ അങ്ങനെ ആണുങ്ങളായി കഴിഞ്ഞാൽ 20-21 വയസ്സ് കഴിഞ്ഞ പ്രവാസ ലോകത്തേക്ക് വിടും. പിന്നെ ഒരു പെണ്ണന്വേഷിക്കും. ഒരു മരുമോളൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടാവും. അൽഹംദുലില്ലാ ഉമ്മായി ഇവിടെ വന്ന് തങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ആ മകന്റെ കല്യാണം റെഡിയാവുമെന്ന് പറഞ്ഞ് കല്യാണം റെഡിയായി. നിശ്ചയിച്ച കല്യാണം കഴിഞ്ഞ ബിരിച്ചിലോ ബിരിയാണി ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അള്ളാഹു ആ പൊന്നുമോന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ മക്കളെ കൊടുക്കട്ടെ. ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നു തങ്ങളെ കണ്ട് കണ്ണീരൊക്കെ പാത്രത്തിലാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ അത് ശിഫ നൽകി. അള്ളാഹു മരണം വരെ അങ്ങനെ വയറുവേദന അള്ളാഹു കൊടുക്കാതിരിക്കും. അങ്ങനെ എന്തെങ്കിലും രോഗത്തിന് അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു കരിച്ചു കളയട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം 15 വർഷങ്ങൾക്ക് മുമ്പ് കയറുന്നതാണ് ശാസ്ത്രം. അത് സലാത്തുൽ ഫാത്തിഹ ചൊല്ലി എത്രയോ ക്യാൻസർ മാറിയിട്ടുണ്ട്. അള്ളാഹു അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ഈ സഹോദരിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറ വെച്ചാല് ആ കുടുംബ
കുടുംബജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയാൻ നിങ്ങൾക്ക് എത്ര മടിയെന്താണ്? ഒരാൾ ദുആ ചെയ്ത് ആമീൻ പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരിക്ക് വേണ്ടി ഒരു തക്ബീർ ചൊല്ലണോട്ടാ. ആ തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ഫദ്ൽ പറയുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തക്ബീറില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആങ്ങള ഇവിടെ വന്നു, ഒരുപാട് പ്രയാസമായിട്ടാ വന്നത്. ഏതൊരു കുറിയെ കൂടി ആകെ കുടുങ്ങി. അപ്പൊ തങ്ങൾപ്പാപ്പ അടുത്ത് പോകുമ്പോ തങ്ങൾപ്പാപ്പ നാവ് കൊണ്ട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നീ പെട്ടെന്ന് കഴിച്ചില്ലാമായിരുന്നു, ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടുന്നു. ഇതിപ്പോ പ്രവാസ ലോകത്തേക്ക് പോയി അവിടെ അധ്വാനിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് കിട്ടിയ പൈസയിൽ ഒരു വിഹിതം തങ്ങൾക്ക് കൊടുത്താണ്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രവാസ ലോകത്തുള്ള എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി തരട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. ആ ഒരുപാട് പ്രയാസങ്ങളൊന്നും പറയില്ല, ഒരു കാര്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിലേക്ക് എത്തിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട പ്രവാസികൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും അല്ലാഹ് ക്ഷമ നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രവാസ ലോകത്തുണ്ടോ ആ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ ഗാമീന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. മയ്യത്ത് പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ പ്രവാസികൾക്ക് അള്ളാഹു കൊടുക്കാതിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ അവർക്ക് കൊണ്ട് ചെല്ലണം. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾക്ക്, അവിടെ വരുന്ന ആളുകൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇവരെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.